ഇനി നമുക്ക് റിസെൻമെന്റ് അല്ലെങ്കിൽ നീരസം എന്ന വാക്ക് ബിഗ് ബുക്കിൽ എത്ര പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നോക്കാം. 15 തവണയാണ് റിസെൻമെന്റ് അല്ലെങ്കിൽ നീരസം എന്ന വാക്ക് ബിഗ് ബുക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനകത്ത് ബിൽ സ്റ്റോറിയിൽ 13ാമത്തെ പേജിൽ ഇങ്ങനെ പറയുന്നുണ്ട്. എൻ്റെ വിദ്യാലയ സുഹൃത്ത് എന്നെ സന്ദർശിച്ചു. എൻ്റെ പ്രശ്നങ്ങളുടെയും കുറവുകളുടെയും ഞാൻ അയാൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഞാൻ ദ്രോഹിച്ചിട്ടുണ്ടായിരുന്നവരുടെയും എനിക്ക് അമർഷമുണ്ടായിരുന്നവരുടെയും ഒരു ലിസ്റ്റ് ഞങ്ങൾ തയ്യാറാക്കി. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാകാം റിസെൻമെൻറ്റിൻ്റെ ഒരു ലിസ്റ്റ് ബിൽ ഡബ്ല്യുവും തയ്യാറാക്കി എന്നുള്ളത് നമുക്ക് ബില്ലിൻ്റെ കഥയിൽ 13ാമത്തെ പേജ് വായിക്കുമ്പോൾ മനസ്സിലാവും. ദെയർ ഈസ് എ സൊല്യൂഷൻ, അല്ലെങ്കിൽ ഒരു പരിഹാരമുണ്ട് എന്ന് പറയുന്ന പേജ് നമ്പർ 18 കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. തെറ്റിദ്ധാരണകൾ, രൂക്ഷമായ അമർഷങ്ങൾ, സാമ്പത്തിക അരിഷ്ടതാവസ്ഥകൾ, വെറുക്കുന്ന കൂട്ടുകാരും മേലുദ്യോഗസ്ഥന്മാരും, നിരപരാധികളായ കുഞ്ഞുങ്ങളുടെ വഴിതെറ്റിയ ജീവിതങ്ങൾ, ദുഃഖിതരായ ഭാര്യമാരും മാതാപിതാക്കളും എന്ന് വേണ്ട ഈ രോഗം മൂലമുണ്ടാകുന്ന ദുരന്ത ഫലങ്ങളുടെ പട്ടിക എത്ര വേണമെങ്കിലും നീട്ടിക്കൊണ്ടുപോകാവുന്നേ ഉള്ളൂ. അവിടെയും ലിസ്റ്റിനെ പറ്റി പറയുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് പേജ് നമ്പർ 100 പറയുന്നത് യു ഷുഡ് വാൺ അഗെയിൻസ്റ്റ് അറൗസിങ് റിസെൻമെന്റ് ഓർ ജലസി. നമ്മുടെ അസൂയയും നീരസവും ഒക്കെ കടന്നു വരുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി ശ്രദ്ധയുള്ളവരായിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നീട് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് റിസെൻമെന്റിനെ പറയുന്നത് 12 135ാമത്തെ പേജ്. അത് പറയുന്നത് നമ്മുടെ ബ്ലീഡിംഗ് ഡീക്കന്മാർ, അതായത് മുതിർന്ന നേതാക്കന്മാരും അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഡീക്കന്മാരെ കുറിച്ചുള്ള ഒരു ഭാഗത്താണ് പറയുന്നത്. ഗ്രൂപ്പ് തീരുമാനത്തിന്റെ വിവേകം ഉൾക്കുന്ന തരം താഴ്ത്തപ്പെട്ട തന്റെ അന്തസ്സിൽ ഒരു നീരസവും തോന്നാത്ത, തൻ്റെ അതിയായ അനുഭവ സമ്പത്താൽ ദൃഢമാക്കപ്പെട്ട, കൃത്യമായ വിലയിരുത്തലുള്ള സംഭവവികാസങ്ങൾ വരവിനായി ക്ഷമയോടെ ശാന്തമായി കാത്തിരിക്കാൻ തയ്യാറുള്ള ഒരാളാണ് മുതിർന്ന നേതാവ് എന്ന് 12 ലേഖനത്തിൽ ബിൽ ഡബ്ല്യു പറയുന്നുണ്ട്. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉള്ളിലെത്തുന്ന ഒരാളുടെ ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യതയുള്ള വലിയ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നീരസം, മറ്റുള്ളവരോടുള്ള വെറുപ്പ്. അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ മാറ്റി നിർത്തിയില്ലെങ്കിൽ നമ്മൾ വീണ്ടും കുടിയിലേക്ക് പോകും. കാരണം നമ്മൾ ആദ്യം വായിച്ചു, അമിത മദ്യാസക്തിനെ സംബന്ധിച്ചിടത്തോളം റിസെൻമെന്റ് അല്ലെങ്കിൽ നീരസം എന്നുള്ളത് വിഷമാണ്. മറ്റ് ആളുകൾക്ക് അതൊരു അലങ്കാരമായിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് റിസെൻമെന്റ് 17 തവണ പറയുന്നത്, 17 സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. എല്ലാം വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇത്രയും ഭാഗങ്ങളൊന്ന് നമ്മുടെ ബിൽ ഡബ്ല്യു റിസെൻമെന്റിനെ കുറിച്ച് ചെയ്ത ലിസ്റ്റിൻ്റെ ഭാഗങ്ങളും മറ്റും വായിച്ചിട്ട് ഞാൻ അടുത്ത ഭാഗത്തേക്ക് കിടക്കുകയാണ്. അപ്പോൾ സ്റ്റെപ്പ് 3 കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് 4 ചെയ്യാനായിട്ട് എത്ര കാലം നമ്മൾ കാത്തിരിക്കണം? അല്ലെങ്കിൽ 4ാം പടി ആരംഭിക്കാനായിട്ട് ഞാൻ അത്രത്തോളം കാത്തിരിക്കണം? അതിനുള്ള മറുപടി പറയുന്നത് പേജ് നമ്പർ 63 നമുക്കറിയാം ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ നെക്സ്റ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. മലയാളത്തിൽ അത് പിന്നീട് എന്നാണ്. അതിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ ഒരു മലയാളത്തിൽ വ്യാഖ്യാനം നോക്കുമ്പോൾ പറയുന്നത് പിന്നീടെന്ന് വ്യാഖ്യാനമുണ്ട്, പിന്നെ തൊട്ടടുത്ത് എന്ന വാക്യമുണ്ട്, അടുത്തതായി എന്ന വാക്യമുണ്ട്. പിന്നെ അപ്പോൾ ഏറ്റവും അടുത്ത് തന്നെ അല്ലെങ്കിൽ അനന്തരമായി ചെയ്യേണ്ട ഒരു പരിപാടിയാണ് 4ാം പടി. ഇപ്പോൾ ധാരാളം, കാരണം ബുക്കിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്, പിന്നീട് ഞങ്ങൾ മുന്നോട്ട് പോയത് ഊർജ്ജസ്വലമായ പ്രവൃത്തിയുമേൽ ഊന്നിയാണ്. അതിൻ്റെ ആദ്യത്തെ പടി ഞങ്ങളിൽ അധികം പേര് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ലാത്ത വ്യക്തിപരമായ ഒരു വീട് വൃത്തിയാക്കൽ പ്രക്രിയയായിരുന്നു. ഞങ്ങളെ തടഞ്ഞു നിർത്തുന്ന കാര്യങ്ങളെ സ്വയം ഉപേക്ഷിക്കാനും നേരിടുവാനും ഉള്ള ശക്തമായ ശ്രമങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞങ്ങളുടെ തീരുമാനം എത്ര പ്രധാനവും നിർണായകമായിരുന്നെങ്കിലും അവയ്ക്ക് സ്ഥായിയായ ഒരു ഫലമുണ്ടാകുമായിരുന്നില്ല. ഞങ്ങളുടെ മദ്യം ഒരു ലക്ഷണം മാത്രമായിരുന്നു. അതുകൊണ്ട് അവസ്ഥകളിലേക്കും കാരണങ്ങളിലേക്കും ഞങ്ങൾക്ക് ഇറങ്ങി ചെല്ലേണ്ടതുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ പേജ് നമ്പർ 64 ഇങ്ങനെ പറയുന്നുണ്ട്. കാരണം സ്റ്റെപ്പ് 3 കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉടനെ ചെയ്യേണ്ടതാണ് സ്റ്റെപ്പ് 4 എന്ന് പറയുന്നു. അതിന് കാരണമായിട്ട് പറയുന്നത് ഞങ്ങളുടെ വിദ്വേഷ ലിസ്റ്റിൽ ഓരോ പേരിൻ്റെയും നേരെ ഞങ്ങൾ ഏൽക്കേണ്ടി വന്ന ദ്രോഹങ്ങൾ എഴുതി. ഞങ്ങളുടെ സ്വയം മതിപ്പോ സുരക്ഷയോ ഉത്കർഷയോ വ്യക്തിബന്ധങ്ങളോ ലൈംഗിക ബന്ധങ്ങളോ ആയിരുന്നോ ഇതിനിട വരുത്തിയത്. അതായത് ഈ ചില കാര്യങ്ങൾ നമ്മളെ ബ്ലോക്ക് ചെയ്തിരുന്നു. നമ്മൾ എന്തുകൊണ്ടാണ് വ്രണത ഹൃദയരായത് അല്ലെങ്കിൽ ജീവിതത്തിൽ നീരസം വരാനിടയായത്, ആ കാര്യങ്ങളെല്ലാം എഴുതി തയ്യാറാക്കുന്നതാണ് കാര്യങ്ങളാണ് പേജ് നമ്പർ 64 പറയുന്നത്. നമ്മളുടെ ഓരോ പേരിൻ്റെ നേരെ ഞങ്ങൾ ഏൽക്കേണ്ടി വന്ന ദ്രോഹങ്ങൾ എഴുതി
ഞങ്ങളുടെ സ്വയം മതിപ്പോ സുരക്ഷയോ ഉത്കർഷയോ വ്യക്തിബന്ധങ്ങളോ ലൈംഗിക ബന്ധങ്ങളോ ആയിരുന്നോ ഇതിനിടെ വരുത്തിയതെന്ന് കൃത്യമായിട്ട് നമ്മൾ എഴുതുകയാണ്. അപ്പോൾ അടുത്തതായിട്ട് നമുക്കറിയാം, ഒരു എക്സാമ്പിൾ പോലെയാണ് നമ്മളോട് പറയുന്നത് പേജ് നമ്പറിൽ 64. എന്താണ് എക്സാമ്പിളായിട്ട് പറയുന്നത്? ഒരു ബിസിനസ്സിനെ കുറിച്ചാണ്. അതിനകത്ത് പറയുന്നുണ്ട് പേജ് നമ്പർ 63 മലയാളം ബുക്കിൽ, വാണിജ്യപരമായ ഒരു കണ്ടെത്തൽ നടത്തുക എന്ന് വെച്ചാൽ വസ്തുതകൾ കണ്ടെത്തലും വസ്തുതകളെ അഭിമുഖീകരിക്കലും എന്ന പ്രക്രിയയാണ്. അപ്പോൾ ഒരു ബിസിനസ്സുകാരനെ പോലെ സാധനങ്ങൾ വിൽക്കാനാകാത്തതും നശിച്ചതുമായ സാധനങ്ങൾ കൃത്യമായും വിഷമം കൂടാതെയും ഉപേക്ഷിക്കലാണ് ഒരു ലക്ഷ്യമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അവിടെ മറ്റൊരു ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് തൊട്ടു മുമ്പ് നമ്മൾ കാണുന്നതാണ് നമ്മൾ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും തത്വങ്ങളുടെയും കാര്യങ്ങളെ ലിസ്റ്റ് എഴുതുന്നത്. അപ്പോൾ ആരൊക്കെയാണ് ഈ വ്യക്തികൾ? അത് നമ്മുടെ കുടുംബാംഗങ്ങളാകാം, സുഹൃത്തുക്കളാകാം, സഹപ്രവർത്തകരാകാം, നമ്മൾ ജോലി ചെയ്യുന്ന ഏതെങ്കിലും ക്ലയൻറ്റുകളാകാം, ഞങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആളുകളാകാം, ഞങ്ങൾ പാർട്ട്നേഴ്സാകാം, ഞങ്ങളുടെ കാറിൽ ഇടിച്ച വ്യക്തികളാകാം, എതിരാളികളാകാം, ഭീഷണിപ്പെടുത്തുന്നവരാകാം, നമ്മളുടെ തന്നെ ഏതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ട ആ അംഗങ്ങളാകാം, അല്ലെങ്കിൽ നമ്മുടെ സഭാ നേതാവാകാം, സഹ വിദ്യാർത്ഥികളാകാം, അധ്യാപകരാകാം, ഡോക്ടർമാരാകാം, ഞങ്ങളുടെ തന്നെ അഭിഭാഷകരാകാം, എയിലെ തന്നെ അംഗങ്ങളാകാം, അങ്ങനെ ഞങ്ങൾ തന്നെയാകാം, ദൈവമാകാം. അപ്പോൾ ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വ്യക്തികൾ പോലും ആകാം. ചിലപ്പോൾ ചില സെലിബ്രിറ്റികളാകാം, പ്രൊഫഷണൽസ് ആകാം, അത്ലറ്റുകളാകാം, ചരിത്രകാരന്മാരാകാം, ലോക നേതാക്കളാകാം, ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത നമ്മുടെ കുടുംബാംഗങ്ങളാകാം, രചയിതാക്കളാകാം, ബിസിനസ് നേതാക്കളാകാം, രാഷ്ട്രീയക്കാരാകാം, മനുഷ്യരല്ലാത്ത ആളുകൾ, അതായത് വളർത്ത് മൃഗങ്ങളാകാം, സസ്യങ്ങളാകാം, ഞങ്ങളെ ആക്രമിച്ച ചില മൃഗങ്ങളാകാം, പ്രകൃതി ലോകത്ത് നടത്തുന്ന ചില ശല്യപ്പെടുത്തലുകളാകാം. ഇതൊക്കെ ഒരു സമഗ്രമായും സത്യസന്ധമായിട്ട് നമ്മൾ ആളുകളെ കുറിച്ച് എഴുതുമ്പോൾ നമുക്ക് കിട്ടാവുന്നതാണ്. പിന്നെ സിനിമയിലോ സാഹിത്യത്തിലുള്ള കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ സാങ്കല്പിക സുഹൃത്തുക്കളാകാം, പിന്നെ ചില ആളുകളുടെ ഗ്രൂപ്പുകളാകാം, അതായത് സ്കൂളിലെ സംഘാംഗങ്ങൾ അല്ലെങ്കിൽ PTA അംഗങ്ങൾ, ജനസംഖ്യാ വിഭാഗങ്ങൾ, സാമൂഹിക സാമ്പത്തിക ശാസ്ത്രം, ദേശീയത, വംശം, ലിംഗഭേദം, ലൈംഗികാഭിമുഖ്യം, മതം, സ്ഥാനം, പൗരത്വം, പ്രൊഫഷണൽ ഗ്രൂപ്പുകൾ, അതായത് ഇൻഷുറൻസ് സെയിൽസ്മാൻമാരോ ഡോക്ടർമാരുടെ ഗ്രൂപ്പുകൾ, അഭിഭാഷകരുടെ ഗ്രൂപ്പുകൾ, രാഷ്ട്രീയക്കാരുടെ ഗ്രൂപ്പുകൾ, CEO-മാർ, ചില വിശ്വാസങ്ങളുള്ള ആളുകൾ, ഓർഗനൈസേഷനുകൾ, രാഷ്ട്രീയ പാർട്ടി അംഗങ്ങൾ, സാമൂഹിക സാഹോദര്യ സംഘടനകൾ അംഗങ്ങൾ, അവ ഒരു പ്രത്യേക മത വിഭാഗത്തിലെ അംഗങ്ങൾ, അങ്ങനെ ഈ ആളുകളുടെ ലിസ്റ്റിൽ നമുക്ക് എന്തും ചേർക്കാം. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു സ്ഥാപനങ്ങളാണ് അല്ലേ? മതപരമായ സ്ഥാപനമാകാം, സർക്കാർ സ്ഥാപനമാകാം, സാമൂഹിക വിദ്യാഭ്യാസ, ബിസിനസ് കാര്യങ്ങൾ ഉൾപ്പെടെ ഒരു നിർദ്ദിഷ്ട ഉദ്ദേശത്തിനായി സ്ഥാപിതമായ ഒരു സമൂഹമാകാം, അല്ലെങ്കിൽ ഓർഗനൈസേഷനാകാം, ബിസിനസ്സുകളാകാം, സ്കൂളുകളാകാം, സർവകലാശാലകളാകാം, രാഷ്ട്രീയ പാർട്ടികളാകാം, പ്രാദേശികമായിട്ടുള്ള ഗ്രൂപ്പുകളാകാം, അതല്ലെങ്കിൽ റോട്ടറി ഗ്രൂപ്പുകൾ, ലയൺസ് ഗ്രൂപ്പുകൾ തുടങ്ങിയവയാകാം, ബോയ്സ് സ്കൗട്ടുകൾ, ബോയ്സ് അങ്ങനെയുള്ള സ്കൂളിൽ പ്രവർത്തിക്കുന്ന NCC പോലെയുള്ള ഓർഗനൈസേഷനുകളാകാം, മറ്റേ ചാരിറ്റി ഓർഗനൈസേഷനുകളാകാം, മതപരമായ സംഘടനകളാകാം, അവരുടെ വ്യക്തിഗത വിഭാഗങ്ങളാകാം, പ്രാദേശിക തലങ്ങളിലുള്ള ആരാധനാലയങ്ങളാകാം, സ്കൂളുകൾ, ബോർഡുകളാകാം, ഗവേഷണ ഓർഗനൈസേഷനുകളാകാം, പ്രൊഫഷണൽ അസോസിയേഷനുകളാകാം, ചില ലോബിയിങ് ഉണ്ടാക്കുന്ന ഗ്രൂപ്പുകളാകാം, സപ്പോർട്ട് ഗ്രൂപ്പുകളാകാം. അത് ഉൾപ്പെടെയുള്ള സപ്പോർട്ട് ഗ്രൂപ്പുകളോട് പോലും നമുക്ക് നീരസമുണ്ടാകാൻ സാധ്യതയുണ്ട്. കൂടാതെ മറ്റ് സമകാലിക ചരിത്ര അല്ലെങ്കിൽ സാങ്കല്പിക സംഘടനകളോ, ചിലപ്പോൾ നമുക്കൊരു നാസി പാർട്ടിയോടാകാം, IASനോടാകാം, ലെജിയൻ ഓഫ് ഡൂം എന്നൊക്കെ പറയുന്ന ഒരുപാട് സംഘടനകളുണ്ട്. അതിനോടും നമുക്ക് നീരസം വരാം. പിന്നെയുള്ളത് പ്രിൻസിപ്പിൾസ് ആണ്. അതായത് സ്ഥാപിതമായ ചില നിയമങ്ങളോട് നമുക്ക് ദേഷ്യം വരാം, പരിശീലനം അല്ലെങ്കിൽ ആചാരത്തോട് ദേഷ്യം വരാം, ബില്ലുകൾ, അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മുടെ ഗവൺമെൻറ് അവതരിപ്പിക്കുന്ന ബില്ലുകൾ, സുപ്രീം കോടതി തീരുമാനങ്ങൾ, നമ്മുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നടത്തുന്ന ചില തീരുമാനങ്ങളും പ്രവൃത്തികളും, അല്ലെങ്കിൽ പൊതു നിയമം, വിവാഹം, ഭരണഘടന, ഒരാളുടെ പണയം അല്ലെങ്കിൽ പാട്ടക്കരാർ, സമാന കരാറുകൾ എന്നിവ, അങ്ങനെ പല രീതിയിൽ പ്രിൻസിപ്പിൾസ് വരാം. അപ്പോൾ
പീപ്പിൾ എന്താണ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണ്, പ്രിൻസിപ്പിൾ എന്താണ്, അല്ലെങ്കിൽ ആളുകൾ, സ്ഥാപനങ്ങൾ, തത്വങ്ങൾ ഇതെന്താണെന്ന് നമ്മളിവിടെ മനസ്സിലാക്കുക. പേജ് നമ്പർ 65 ഒന്നും കൂടി നമ്മൾ വായിച്ചു പോയതാണ്, എന്നാലും ഒന്നുകൂടി വായിക്കാം. അഗാധമായ വിദ്വേഷം ഉൾക്കൊള്ളുന്ന ജീവിതം നിഷ്ഫലവും അസന്തുഷ്ടവുമായിരിക്കുമെന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. ഒരു നിമിഷാർത്ഥത്തേക്കെങ്കിലും ഇവ മനസ്സിലേക്ക് കടന്നു വരാൻ അനുവദിച്ചാൽ പ്രയോജനപ്രദമായി ചെലവഴിക്കേണ്ട സമയത്തെ നാം പാഴാക്കുകയായിരിക്കും. പക്ഷേ ഒരു അമിത മദ്യാസക്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മീയ അനുഭൂതിയുടെ നിലനിൽപ്പും വളർച്ചയും ലക്ഷ്യമാക്കിയിട്ടുള്ള അയാൾക്ക് മനസ്സിൽ വിദ്വേഷം സൂക്ഷിക്കുക എന്ന ഏർപ്പാട്ട് അളവറ്റ തോതിൽ ഭയങ്കരമായ ഒന്നായിരിക്കും. അത് മാരകമായിരിക്കുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. കാരണം അത്തരം വികാരങ്ങൾക്ക് മനസ്സിൽ സ്ഥാനം കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആത്മാവിന്റെ വെളിച്ചത്തിൽ കടന്നു വരാനാകാത്ത രീതിയിൽ കതക് കൊട്ടിയടക്കുകയാണ് നാം ചെയ്യുന്നത്. മദ്യത്തിന്റെ മുഴുഭ്രാന്ത് തിരിച്ചു വരികയും നാം വീണ്ടും കുടിക്കുകയും ചെയ്യുന്നു. നമുക്കാകട്ടെ കുടിക്കുക എന്നാൽ മരിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ വളരെ വ്യക്തമായിട്ട് തന്നെ ബിഗ് ബുക്കിൽ അത് പറയുന്നുണ്ട്, നീരസം എടുത്തു മാറ്റത്തിന്റെ ആവശ്യം. അപ്പോൾ നീരസം എന്നത് ഒരു വിഷമാണ്, അത് നമ്മളെ കൊല്ലും. അങ്ങനെ തന്നെയാണ് ബിഗ് ബുക്കിൽ പറയുന്നത്. അപ്പോൾ അത് എടുത്തു മാറ്റേണ്ടതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ലിസ്റ്റ് തയ്യാറാക്കാൻ നമ്മുടെ ബിഗ് ബുക്ക് ഓതേഴ്സ് നമ്മളോട് പറയുന്നത്. ഇപ്പോൾ പേനയും പേപ്പറും എടുത്ത് ആദ്യമായിട്ട് ലിസ്റ്റ് എഴുതി ഉണ്ടാക്കി എന്ന് പറയുന്നത് 63-ാമത്തെ പേജിന്റെ അവസാനമാണ്. അതിങ്ങനെയാണ്: ഞങ്ങൾക്ക് ദേഷ്യമുണ്ടായിരുന്ന ആളുകളുടെയും സ്ഥാപനങ്ങളുടെയും തത്വങ്ങളുടെയും പേരുകളുള്ള ഒരു പട്ടിക ഞങ്ങൾ തയ്യാറാക്കി. അതിനുശേഷം അടുത്ത കോളത്തിലേക്ക് പറയുന്നത് 64-ാമത്തെ പേജിലെ 2-ാമത്തെ പാരഗ്രാഫിലാണ്. ഞങ്ങളുടെ വിദ്വേഷ ലിസ്റ്റിൽ ഓരോ പേരിൻ്റെയും നേരെ ഞങ്ങൾ ഏൽക്കേണ്ടി വന്ന ദ്രോഹങ്ങൾ എഴുതി. 3-ാമത്തെ കോളത്തിലേക്ക് പറയേണ്ട കാര്യം പേജ് നമ്പർ 65-ലാണ് പറയുന്നത്. 1, 2, 3, 4-ാമത്തെ പാരഗ്രാഫിൽ ഞങ്ങൾ പട്ടികയിലേക്ക് തന്നെ തിരിഞ്ഞു. കാരണം ഭാവിയുടെ താക്കോൽ അതിലാണ്. അതിനെ പുതിയൊരു വീക്ഷണത്തിൽ കാണാൻ ഞങ്ങൾ തയ്യാറാക്കുന്നു. ലോകവും അതിലെ ജനങ്ങളും ഞങ്ങളെ നിയന്ത്രിക്കുന്നതായി ഞങ്ങൾ കണ്ടു തുടങ്ങി. അത്തരമൊരവസ്ഥയിൽ മറ്റുള്ളവരുടെ തിന്മകൾ യഥാർത്ഥമോ ഭാവനയോ ആകട്ടെ ഞങ്ങളെ നശിപ്പിക്കാൻ പോകുന്നവയാണ്. ഞങ്ങൾ എങ്ങനെ രക്ഷപ്പെടും? ഈ അമർഷത്തെ അതിജീവിക്കേണ്ടതുണ്ട്. പക്ഷെ എങ്ങനെ? മദ്യത്തിനുപരി ഇവയെ അകറ്റി നിർത്തുവാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. ഇതായിരുന്നു ഞങ്ങളുടെ അവസ്ഥ. ഞങ്ങളോട് തെറ്റ് ചെയ്തവർ ആത്മീയമായി അധപ്പതിച്ചവരാകാമെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അവരുടെ രോഗലക്ഷണങ്ങളും അവ ഞങ്ങളെ ശല്യം ചെയ്ത രീതിയും ഞങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവരും ഞങ്ങളെപ്പോലെ രോഗികളായിരുന്നു. സന്തോഷം, ഞങ്ങൾക്ക് രോഗിയായ ഒരാളോട് കാട്ടുന്ന ദയയും ക്ഷമയും സഹിഷ്ണുതയും അവരോട് കാട്ടാൻ ഞങ്ങളെ സഹായിക്കാൻ ദൈവത്തോട് അപേക്ഷിച്ചു. ഒരാൾ ഞങ്ങളോട് എതിർക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളോട് തന്നെ പറയുന്നു, അയാൾ ഒരു രോഗിയാണ്, ഞങ്ങൾ അയാളെ എങ്ങനെ സഹായിക്കും? ദൈവമേ, ക്രോധത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കും. അവിടുന്ന് അത് ചെയ്യും. അപ്പോൾ പകയും തർക്കങ്ങളും ഞങ്ങൾ ഒഴിവാക്കുന്നു. രോഗികളോട് നാം അങ്ങനെ ചെയ്തുകൂടാ. അങ്ങനെ ചെയ്താൽ സഹായിക്കാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയേക്കും. നാം എല്ലാവരും സഹായിക്കാൻ കഴിവില്ലവരായിരിക്കാം. എന്നാൽ എല്ലാവരെയും കാരുണ്യത്തോടും സഹിഷ്ണുതയോടും കാണാനെങ്കിലും ദൈവം നമ്മെ സഹായിക്കും. അപ്പോൾ 3 പ്രാവശ്യത്തെ പട്ടികയുടെ കാര്യം പറഞ്ഞു. ഇനി അടുത്ത പട്ടികയുടെ 66-ാമത്തെ പേജിൽ തന്നെ പട്ടിക വീണ്ടും പരിഗണിക്കുമ്പോൾ മറ്റുള്ളവർ ചെയ്ത തെറ്റുകൾ ഞങ്ങൾ മനസ്സിൽ നിന്ന് മാറ്റിക്കളയുകയും ഞങ്ങളുടെ തെറ്റുകളിലേക്ക് നോക്കുകയും ചെയ്യുന്നു. എവിടെയാണ് ഞങ്ങൾ സ്വാർത്ഥരും വഞ്ചകരും തൻകാര്യം നോക്കുന്നവരും ഭീരുക്കളുമായത്? ഞങ്ങളുടെ മാത്രം കുറ്റം കൊണ്ടല്ല ഒരവസ്ഥ ഉണ്ടായതെങ്കിൽ കൂടി അതിൽപ്പെട്ടയാളെ ഞങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി. എവിടെയാണ് ഞങ്ങൾ കുറ്റക്കാരായത്? ആത്മപരിശോധന ഞങ്ങളുടേതായിരുന്നു, മറ്റൊരാളുടേതായിരുന്നില്ല. ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ കണ്ടെത്തി പട്ടികയാക്കി ഞങ്ങൾ അവയെ ഞങ്ങളുടെ മുമ്പിൽ തുറന്നു വെച്ചു. സത്യസന്ധമായി ഞങ്ങളുടെ തെറ്റുകൾ സമ്മതിക്കുകയും അവ നേരെയാക്കാൻ മനസ്സുള്ളവരാകുകയും ചെയ്തു. അപ്പോൾ 4 കോളവും എവിടെയാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് ബിഗ് ബുക്കിൽ പറയുന്നുണ്ട്. അതിൽ എക്സ്ട്രാ ആയിട്ട് നമ്മളൊരു കോളം ചേർത്തത് പ്രയറാണ്. അപ്പോൾ ഓരോ വ്യക്തികൾക്കും വേണ്ടിയിട്ട് നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേണമെങ്കിൽ പ്രയർന്ന് മാത്രം ഒരു ഭാഗത്ത് എഴുതി വെച്ചാലും മതി. അപ്പോൾ ഇത് ഞാൻ പൂർണ്ണമായിട്ടും ബിഗ് ബുക്കിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഈ റിസൈൻമെൻറ്റിൻ്റെ ലിസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമ്മളിന്ന് പരിശോധിച്ചത്. പലപ്പോഴും ഈ ആധുനിക ലോകത്ത് അല്ലെങ്കിൽ ആൽക്കഹോളിസം അനോണിമസ് 1935 തുടങ്ങിയതാണ്. 1939 നമ്മുടെ ബിഗ് ബുക്ക് വരുന്നത്. അതിനുശേഷം ഉണ്ടായ പലരും, ആൽക്കഹോളിസം അനോണിമസിൽ വന്ന പലരും അവരുടേതായ രീതിയിൽ ഇതൊക്കെ ഒന്ന് വളരെ ക്ലിയർ ആയിട്ട് എങ്ങനെയാണ് ലിസ്റ്റ് തയ്യാറാക്കേണ്ടതെന്നൊക്കെ നമുക്ക് വെബ്സൈറ്റിലൊക്കെ കിട്ടും. ഇഷ്ടംപോലെ സ്റ്റെപ്പ് 4 അടിച്ചു കൊടുത്താൽ തന്നെ PDF ഫോമിൽ ഇതിൻ്റെ ലിസ്റ്റുകളൊക്കെ വരാറുണ്ട്, ചില ഉദാഹരണങ്ങൾ വരാറുണ്ട്. ഇതൊക്കെ നോക്കുന്നതൊക്കെ നല്ലതാണ്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ റിസൈൻമെൻറ്റിനെ കുറിച്ച് മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.
ചിലർക്ക് സംശയം തോന്നും മരിച്ചുപോയ ഒരാളുണ്ടെങ്കിലോ നമുക്ക് നീരസമുണ്ട്. അപ്പം എൻ്റെ ഫാദർ പുള്ളി മദ്യമൊക്കെ കഴിക്കുന്ന ആളായിരുന്നുകൊണ്ട് എനിക്ക് നീരസം ഉണ്ടെങ്കിലോ. അപ്പോൾ അതിന് എനിക്ക് തന്ന ഒരു ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ പഴമക്കാർ തന്ന ഒരു ഗൈഡ് ലൈൻസ് എന്താണെന്ന് വെച്ചാൽ ഒരു ലെറ്റർ എഴുതി അദ്ദേഹത്തിനോട് സംസാരിക്കുന്ന രീതിയിലോ ലെറ്റർ എഴുതുക. അങ്ങനെ എൻ്റെ സ്പോൺസർ എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് അദ്ദേഹത്തിനോടുള്ള നീരസം പോയി ഒരു സ്നേഹമായിട്ട് മാറുന്ന ഒരവസ്ഥ. അപ്പം നമ്മളിപ്പോൾ പൊതുവെ ഇതെല്ലാം ആദ്യമേ നമ്മൾ മറ്റുള്ളവർ നമ്മുടെ ചെയ്ത നീരസമായിട്ട് കണ്ടെങ്കിലും അവസാന കോളത്തിൽ നമ്മൾ കാണുന്നത് ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് എന്താണ് തെറ്റ് വന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ മാറുകയാണ് ചെയ്തത്.